ഏകദേശം 11:30 മണിയോട് കൂടിയാണ് അരുൺ എന്നൊരു വ്യക്തി അത് ഒ പി ടിക്കറ്റ് എടുക്കാതെ ഡയറക്റ്റ് ഡ്രസ്സിംഗ് റൂമിലോട്ടാണ് വന്നത്. അപ്പോൾ പുള്ളീനെ കണ്ടപ്പോൾ തന്നെ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഒ പി ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ പുള്ളി എടുത്തില്ല. എങ്ങനെ ഡ്രസ്സിംഗ് റൂമിലോട്ട് നമ്മൾ മുറിവും കാര്യങ്ങളൊക്കെ നോക്കി ഫസ്റ്റ് എയ്ഡ് എന്ന രീതി നോക്കുകയായിരുന്നു. അപ്പോൾ തന്നെ പുള്ളി കുറച്ച് ഫോൺ കോളുകളും അഗ്രസീവായിട്ട് വളരെ മോശമായ വേർഡ്സും കാര്യങ്ങളൊക്കെ വിളിച്ച് ഫോണിൽ കൂടെ സംസാരിക്കുകയും അതിനുശേഷം സിസ്റ്ററോട് പലതവണ നമ്മൾ ചോദിച്ചാണ് സിസ്റ്റർ പോയി ഒ പി ടിക്കറ്റ് എടുക്കുന്നത്. ഒ പി ടിക്കറ്റ് എടുത്തു വന്നതിന് ശേഷം ഡ്രസ്സിംഗ് തുടങ്ങിയ സമയത്ത് ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു സുഹൃത്ത് വന്നു. സുഹൃത്ത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് സുഹൃത്ത് വന്നപ്പോൾ നമ്മൾ ഈ ഡ്രസ്സിംഗ് ചെയ്യുന്നതിന്റെ വീഡിയോ പകർത്താൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ അരുൺ എന്ന് പറയുന്ന വ്യക്തി കൂടുതൽ അഗ്രഷനിലേക്ക് എത്തുകയും ആ ചെയറിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കൊണ്ടാണ് മെയിൻലി ആ ഒരു ഡ്രസ്സിംഗ് റൂം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയൊരു റൂമാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് കൂടുതൽ അക്രമം സംഭവിക്കാം എന്ന് കരുതി അവിടുന്ന് പെട്ടെന്ന് നമ്മൾ എല്ലാവരും കൂടെ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഇവർ രണ്ടുപേരും വളരെ മോശകരമായ അഭ്യാസം വേർഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ആക്കി. അപ്പോൾ തന്നെ ഈ പറഞ്ഞ അരുണും വീഡിയോ എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കരുത്. അത് പറഞ്ഞപ്പോൾ ഇപ്പൊ ശരിയാക്കി തരാം അങ്ങനെ ഒരു വേർഡും പറഞ്ഞിട്ട് ഇവിടെ ഒന്നും ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇഞ്ചക്ഷൻ റൂമിലോട്ട് ഓടിക്കയറുന്നതും അവിടെ ഓടിക്കയറിയതിനു ശേഷം സിസ്റ്റർ എന്തോ കയ്യിലെടുത്തത് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് റോഡിലോട്ട് ഓടി ഇരുട്ടത്തോട്ട് ഓടുകയായിരുന്നു. ഭാഗ്യത്തിന് ആ ഒരു സമയത്ത് 2 പേഷ്യന്റ് പാർട്ടി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് കൂടുതലും രക്ഷ എനിക്ക് തോന്നുന്നത്. അല്ലാത്ത പക്ഷം അവരെന്തായാലും ഫോളോ ചെയ്തില്ല. ഇരുട്ടത്തോട്ട് ഓടി ആ ഒരു സമയത്ത് ഞാൻ പോലീസിനെയും അതിനിടയിലും പോലീസിനെ വിളിക്കാൻ ട്രൈ ചെയ്തിരുന്നു. SIനെയും CAനെയും ഇവരെന്റെ വാർഡ് മെമ്പർ വിളിച്ചു ഇൻഫോം ചെയ്തു. പാരന്റ്സിനെയൊക്കെ വിളിച്ച് ഇൻഫോം ചെയ്ത് വേറൊരു മെയിൽ ഡോക്ടറെ കൂടെ ഞാൻ വിളിച്ചിരുന്നു. ഉടനെ തന്നെ പോലീസ് എത്തിയിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് വന്നു. ഞാൻ സിസ്റ്ററും അറ്റൻഡറും കൂടെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ പുള്ളി വീണ്ടും നമ്മളെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് കൈ ചൂണ്ടി സംസാരിക്കാൻ തുടങ്ങുകയും അവിടെ കുറച്ചുകൂടി അഗ്രസീവ് ആയപ്പോൾ നമ്മൾ മുകളിലോട്ട് ഓടി. എന്നിട്ട് മുകളിലോട്ട് ഓടിയിട്ടാണ് ഞാൻ പിന്നെ അവിടെ മുകളിലാണെങ്കിൽ ഡോറിന് ലോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ഭയന്നു. അങ്ങനെയാണ് നമ്മൾ വാഷ്റൂമിൽ കയറി ലോക്ക് ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷം അടുത്തൊരു മെയിൽ ഡോക്ടർ കൂടെ ആ ഒരു സമയത്ത് വന്നിരുന്നു. അതിനുശേഷം പാർട്ടിക്കാരാണെങ്കിലും കുറച്ച് ഇവിടുത്തെ വാർഡ് മെമ്പർ എത്തിയിരുന്നു. പുള്ളി ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ ഒരുപാട് രീതിയിൽ നാശനഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇങ്ങനെയായിരുന്നു. റോഡിലോട്ടാണ് ഓടിയത്. അവിടെ റോഡിലോടുമ്പോൾ മൊത്തം കടകളായിരുന്നു ആദ്യത്തെ ഏരിയയിലൊക്കെ. പിന്നെ നമ്മൾ ചെറിയൊരു റോഡ് കണ്ടു. അങ്ങോട്ട് ഓടി വേറൊരു വീട്ടിന്റെ ഗേറ്റിൽ പോയി മുട്ടുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ടുണ്ട്. മുന്നോട്ട് പോവാണ്. കാരണം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഇനി ഒരു ഡോക്ടർക്കും ഇനി വരരുത്. കാരണം ഏകദേശം സിമിലർ ഈ പറഞ്ഞ വന്ദനദാസിന്റെ സിമിലാരിറ്റി പോലെയൊക്കെ തന്നെയായിരുന്നു ഇതിനാണെങ്കിലും. ഇനി ഹോസ്പിറ്റലിൽ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ഫീമെയിൽ ആയിക്കോട്ടെ മെയിൽ ഡോക്ടേഴ്സ് ഏതൊരു സ്റ്റാഫ് ആയിക്കോട്ടെ സെക്യൂരിറ്റി എന്ന് പറയുന്നതാണല്ലോ ഇമ്പോർട്ടന്റ്. ഈവൻ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച കുടുംബത്തിനാണ് നഷ്ടം. അങ്ങനെ ഒരു ഡോക്ടറിനായിക്കോട്ടെ ആ ഒരു സ്റ്റാഫിന് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഇനി ഉണ്ടാകാൻ പാടില്ല. ഇടപെട്ടായിരുന്നു. അപ്പൊ തന്നെ പോലീസ് എത്തിയായിരുന്നു. പക്ഷെ പോലീസിന്റെ കയ്യിലാണെങ്കിലും ആദ്യം അവൻ അത്രയും 2 പേരുണ്ടായിരുന്നല്ലോ. ലഹരിക്ക് അടിമയായതുകൊണ്ടും അത്രയും ഒരു അഗ്രഷൻ അവരിൽ നിന്നുണ്ടായിരുന്നു. നമ്മുടെ ഡ്രസ്സിംഗ് റൂമും അതിന്റെ വാതിൽ തകർക്കപ്പെട്ടു. പിന്നെ കുറച്ച് ചെയർസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 50,000 രൂപയുടെയോളം നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മേൽ നടപടികളായിട്ട് മുന്നോട്ട് പോകും. അതെ. സിമിലർ ഇൻസിഡന്റ് മുന്നേ ഉണ്ടായിട്ടുണ്ട്. സിമിലർ ഇൻസിഡന്റ് മുന്നേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് ഇത്രയും ഒരു ഇതിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഇത് കൂടി വരികയാണ്. അതുകൊണ്ട് ഈവൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ഈ കുറച്ചും കൂടെ സേഫ്റ്റി വൈസ് കുറച്ചും കൂടെ മുന്നോട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്.